have to fight the hardest battle. You have to fight the hardest battle which any human being can ever imagine to fight, and never stop fighting until you arrive at your destined place. That is the unique you. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒരിക്കൽ കൂടി സീനിയർ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇലിസ്ട്രേഷൻ 2 ചെയ്ത് നിർത്തിയത്. ഈ വീഡിയോയിൽ നമുക്ക് ഇലിസ്ട്രേഷൻ 3 ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്ത് ഇലിസ്ട്രേഷൻ 3ന്റെ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനാലിസിസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ മെയിനായിട്ട് പിൻ ചെയ്ത് തരാം. അപ്പോൾ അനാലിസിസ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആനുവൽ ബഡ്ജറ്റ് ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്. അത് പെർ ക്വാർട്ടർ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അതായത് അടുത്ത ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റാണ് നമുക്ക് ആനുവൽ ബഡ്ജറ്റ് തന്നിട്ടുണ്ട്. ആ ബഡ്ജറ്റിൽ ഓരോ ക്വാർട്ടറിലും, അതായത് 4 ക്വാർട്ടറുണ്ട് ഒരു വർഷം, നമുക്കറിയാമല്ലോ, 3 മാസം വീതമുള്ള 4 ക്വാർട്ടറാണ് ഒരു വർഷം. അപ്പോൾ ഓരോ ക്വാർട്ടറിലും എന്തുമാത്രം പ്രൊഡക്ഷനും പർച്ചേസും സെയിൽസും ഉണ്ട് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പെർ ക്വാർട്ടർ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽ പെർ യൂണിറ്റ്, അതായത് 2 കിലോ, അതായത് ഒരു യൂണിറ്റ് ഓഫ് ഫിനിഷ് പ്രോഡക്റ്റ്, അതായത് ഒരു യൂണിറ്റ് ഫിനിഷ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റോ മെറ്റീരിയൽ 2 കിലോ യൂസ് ചെയ്യണം. അതായത് ഇപ്പം എക്സ് ആണ് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് കൂട്ടിക്കോ, ഈ വൈ നമ്മുടെ റോ മെറ്റീരിയൽ. അപ്പം 2 യൂണിറ്റ് വൈ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു യൂണിറ്റ് എക്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് റോ മെറ്റീരിയൽ പെർ യൂണിറ്റ്. അത് നമുക്ക് പ്രൊഡക്ഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നീട് ബഡ്ജറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് ബഡ്ജറ്റിലെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ എസ്റ്റിമേറ്റഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണത്. ബഡ്ജറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് എസ്റ്റിമേറ്റഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 4000 കിലോയാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. അതായത് എത്രയാണ്? 4000 റുപ്പീസ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം? 4000 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 4000 റുപ്പീസ്. അതായത് അപ്പോൾ ഒരു യൂണിറ്റിന്റെ പ്രൈസ് എത്രയാണ്? അതായത് 1 കിലോയുടെ പ്രൈസ് എത്രയാണ്? 1 രൂപയാണ്. അതായത് 4000 യൂണിറ്റിന് 4000 രൂപയാവുമ്പോൾ ഒരു യൂണിറ്റ് നമുക്ക് 1 രൂപയായിരിക്കണം. പിന്നീട് നമ്മൾ ഇഷ്യൂ ബേസ് അടുത്ത പറഞ്ഞിരിക്കുകയാണ്. ഇഷ്യൂ ഈസ് ബേസ്ഡ് ഓൺ ഫിഫോ ബേസിസ്. ഫിഫോ ബേസിസ് എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ഇപ്പോൾ ആദ്യത്തെ ക്വാർട്ടറിൽ നമ്മൾ 2 രൂപയ്ക്കാണ് റോ മെറ്റീരിയൽ മേടിക്കുന്നതെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ ആ ക്വാർട്ടറിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ്? 2 രൂപയ്ക്കാണ്. അപ്പോൾ അടുത്ത ക്വാർട്ടറിൽ 2 രൂപ മാറി 3 രൂപയായി. അപ്പോൾ 3 രൂപയ്ക്കായിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അതായത് എപ്പോഴാണോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം, അതായത് ഇപ്പം ഒരു ക്വാർട്ടറിൽ നമ്മുടെ 2 രൂപയ്ക്ക് മേടിച്ച സാധനമുണ്ട്, 3 രൂപയ്ക്ക് മേടിച്ച സാധനമുണ്ട്. 2 രൂപയ്ക്ക് മേടിച്ച സാധനത്തിൻ്റെ ഒരു 50 കൊടുക്കുന്നു, 3 രൂപയ്ക്ക് മേടിച്ച സാധനത്തിൻ്റെ ഒരു 50 രൂപ കൊടുക്കുന്നു. അപ്പം നമ്മൾ മൊത്തത്തിൽ ഈ കൊടുത്ത 100 യൂണിറ്റിന് വേണ്ടിയിട്ട് 3 രൂപ വെച്ചല്ല ചാർജ് ചെയ്യുന്നത്. 3 രൂപ വെച്ചല്ല ചാർജ് ചെയ്യുന്നത്, 2 രൂപ വെച്ചല്ല ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കൊടുത്ത 50 എണ്ണത്തിന് 2 രൂപ വെച്ചും പിന്നീട് കൊടുത്ത 50 എണ്ണത്തിന് 3 രൂപ വെച്ചുമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതിനാണ് ഈ ഫിഫോ ബേസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനകത്ത് ഈ ഫിഫോ ബേസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ നോക്കണം, ഓരോ ക്വാർട്ടറിലും പ്രൈസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പെർ യൂണിറ്റ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഓരോ ഇഷ്യൂവിനകത്തും ഈ ഫിഫോ ബേസ് ആണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മളിതിനകത്ത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ക്വാർട്ടർലി ആനുവൽ പർച്ചേസ് ബഡ്ജറ്റ് ബൈ വെയിറ്റ് ആൻഡ് വാല്യൂ. അതായത് പർച്ചേസ് ബഡ്ജറ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പക്ഷേ 2 പർച്ചേസ് ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണ്? ഒന്ന് വെയിറ്റ് വെച്ചിട്ടുള്ളത്, അതായത് എത്ര കിലോഗ്രാം അല്ലെങ്കിൽ എത്ര യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു എന്നൊന്നും നോക്കിയുള്ള വെയിറ്റ് വെച്ചിട്ടുള്ളൊരു ബഡ്ജറ്റും. പിന്നീട് വാല്യൂ, അതായത് എത്ര രൂപയ്ക്ക് ഓരോ യൂണിറ്റ് ഓരോ ക്വാർട്ടറിലും എന്തുമാത്രം രൂപയുടെ പർച്ചേസ് നടത്തി എന്നുള്ളത് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് പർച്ചേസ് ബഡ്ജറ്റ് എന്ന 2 എണ്ണമുണ്ട്. പിന്നീട് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ വെയിറ്റ് ആൻഡ് വാല്യൂ. ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ വെയിറ്റ് ആൻഡ് വാല്യൂ എന്തെന്ന് വെച്ചാൽ ഓരോ നമുക്ക് പറഞ്ഞത് 4 ക്വാർട്ടർ ഉണ്ടെന്ന്. ഓരോ ക്വാർട്ടറിലും പർച്ചേസ് നടക്കുന്നുണ്ട്, ഓരോ ക്വാർട്ടറിലും സെയിൽസ് നടക്കുന്നുണ്ട്, ഓരോ ക്വാർട്ടറിലും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം ഈ ഓരോ ക്വാർട്ടറിന്റെ അവസാനം എന്തുമാത്രം ക്ലോസിംഗ് സ്റ്റോക്ക് ബാക്കി വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്? അതും വെയിറ്റ് ആൻഡ് വാല്യൂ, അതായത് വെയിറ്റ് വെച്ചിട്ടും വാല്യൂ വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. അത് പക്ഷെ അവിടെ നമുക്ക് 2 ഇത് വരയ്ക്കാൻ ആവശ്യമില്ല. കാരണം വെയിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇത് കിട്ടും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഒരു പർച്ചേസ് ബഡ്ജറ്റ് എങ്ങനെയാണ്? 2 രീതി പ്രിപ്പയർ ചെയ്യണം. ബൈ വെയിറ്റും പ്രിപ്പയർ ചെയ്യണം, ബൈ വാല്യൂം പ്രിപ്പയർ ചെയ്യണം. പിന്നീടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ വെയിറ്റ് ആൻഡ് വാല്യൂ, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് പർച്ചേസ് ബഡ്ജറ്റ് ബൈ വെയിറ്റ് ആണ്. അപ്പോൾ അതായത് എന്തുമാത്രം ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നോക്കാം. അതിനകത്ത് നമ്മുടെ പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്
നമ്മുടെ ഇതിനകത്ത് ഓരോ ക്വാർട്ടറിലെയും വർക്കിംഗ് ഡേയ്സ് തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഓരോ വർക്കിംഗ് ഡേയിലെയും പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ചെയ്യണ്ടേ, പ്രൊഡക്ഷൻ പെർ ഡേ ഇൻറ്റു വർക്കിംഗ് ഡേയ്സ്, അതായത് ഓരോ ദിവസത്തെ പ്രൊഡക്ഷൻ വെച്ചിട്ട് എത്രമാത്രം വർക്കിംഗ് ഡേയ്സ് ഉണ്ടോ അതിനെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അവിടുത്തെ ടോട്ടൽ പ്രൊഡക്ഷൻ. ആ ടോട്ടൽ പ്രൊഡക്ഷനാണ് നമ്മുടെ എന്തുമാത്രം യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പൊ പർച്ചേസ് ചെയ്യുന്നത് മെറ്റീരിയൽസ് ആണ്. അപ്പൊ മെറ്റീരിയൽസ് നമ്മൾ മെറ്റീരിയൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം അറിയോ, നമ്മുടെ ഈ പ്രൊഡക്ഷനെ 2 കൊണ്ട് ഗുണിക്കുക. അതെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ട്. റോ മെറ്റീരിയൽ പെർ യൂണിറ്റ്, അതായത് ഓരോ യൂണിറ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയലിൽ 2 കിലോ ആണ് വേണ്ടത്. അപ്പൊ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കിലോ വേണം. അപ്പൊ ടോട്ടൽ പ്രൊഡക്ഷനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ മെറ്റീരിയൽ റിക്കവർ ചെയ്യുന്നത്. ആ മെറ്റീരിയൽ റിക്കവറിന്റെ കൂടെ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നു, അതിനാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കുന്നത്. ആ കിട്ടുന്ന നമ്പറാണ് നമ്മുടെ പർച്ചേസ് ബൈ വെയിറ്റ്. അപ്പം ഇവിടെ കിലോഗ്രാം ആണ് വെയിറ്റ്. അപ്പൊ എന്തുമാത്രം കിലോഗ്രാം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ക്വാർട്ടറിലെ വർക്കിംഗ് ഡേയ്സ് 65, സെക്കൻഡിലെ 60, തേർഡിലെ 55, ഫോർത്തിലെ 60 ആണ്. അപ്പം പ്രൊഡക്ഷൻ പെർ ഡേയും തന്നിട്ടുണ്ട്. ആദ്യത്തെ 100, സെക്കൻഡ് ക്വാർട്ടർ 110, തേർഡ് ക്വാർട്ടർ 120, ഫോർത്ത് ക്വാർട്ടർ 105. ഇപ്പൊ ടോട്ടൽ പ്രൊഡക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ 6500 വരും, ഇവിടെ 6600 വരും. ഇത് 55 ഗുണം 120 ആണ്. 55 ഗുണം 120 എന്ന് പറയുമ്പോൾ 55 ഗുണം 120 6600 വരും. പിന്നെ 60 ഗുണം 105 ആണ്, അത് 6300 വരും. അപ്പൊ നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ കിട്ടി. ഇനി ടോട്ടൽ പ്രൊഡക്ഷന്റെ ഡബിൾ ആയിട്ട് നമ്മുടെ മെറ്റീരിയൽ റിക്കവർ ചെയ്യുന്നത് ഇവിടെ 13000 വരും, ഇവിടെ 13200 വരും, ഇവിടെയും 13200 വരും, ഇവിടെ 13600 വരും. അപ്പൊ നമുക്ക് ടോട്ടൽ ഇപ്പൊ മെറ്റീരിയൽ റിക്കവർ ചെയ്യുന്ന പേര് ഓരോ ക്വാർട്ടറിലാണ്. അപ്പൊ നമുക്ക് ആനുവൽ വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആനുവൽ ആകുമ്പോൾ ഇതിന്റെ എല്ലാം ടോട്ടൽ എടുക്കണം. നമുക്ക് ഇതിന്റെ എല്ലാം ടോട്ടൽ എടുക്കണം. ഇതിന്റെ എല്ലാം ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് 13, 26,200, 29200, 39200, 39, 41, 52,000 വരും. 52,000 ആണ് ഇതിന്റെ എല്ലാം ടോട്ടൽ. അതിനാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ആയിരുന്നു അത് പറഞ്ഞിട്ടുണ്ട്, 2000 കിലോഗ്രാം. 2000 കിലോഗ്രാം ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 54,000 വന്നു. അതിനകത്ത് നിന്ന് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്, 4000 ആണ്. 4000 കുറയ്ക്കുന്നു, അപ്പൊ നമുക്ക് കിട്ടുന്നു 50,000. ഇതാണ് നമ്മുടെ പർച്ചേസ് ബൈ വെയിറ്റ്. ഇതൊക്കെ മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലെ കണ്ടുപിടിക്കാൻ വേറെ ഡാറ്റ തന്നിട്ടില്ല, നമുക്ക് തന്നിട്ടുണ്ട്. വർക്കിംഗ് ഡേയ്സും തന്നിട്ടുണ്ട്, പ്രൊഡക്ഷനും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാം. ആ പ്രൊഡക്ഷൻ്റെ ഡബിൾ ആണ് മെറ്റീരിയൽ റിക്കവേർഡ്. കാരണം ഒരു യൂണിറ്റിന് 2 കിലോ റോ മെറ്റീരിയൽ വേണം. അപ്പോൾ അതിൻ്റെ ഡബിൾ വെച്ചിട്ട് നമ്മൾ ടോട്ടൽ മെറ്റീരിയൽ റിക്കവേർഡ് കണ്ടുപിടിച്ചു. അതിനകത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്തു, ഓപ്പണിംഗ് സ്റ്റോക്കിലേക്ക് കുറച്ചു. അന്നേരം കിട്ടുന്നതാണ് പർച്ചേസസ് ബൈ വെയിറ്റ്. അപ്പം ഇനി നമ്മൾ പ്രൊഡക്ഷൻ പർച്ചേസ് ബഡ്ജറ്റ് ബൈ വാല്യൂ ആണ് നോക്കുന്നത്. വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ട്, ഓരോ ക്വാർട്ടറിലെയും വെയിറ്റ് അനുസരിച്ചാണ്. അതായത് വെയിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ പ്രൊഡക്ഷൻ പർച്ചേസ് നമ്മൾ കണ്ടുപിടിച്ചു 50,000 ആണ് കിലോഗ്രാം. 50,000 കിലോഗ്രാം ആണ് നമ്മുടെ ടോട്ടൽ പർച്ചേസ്. ആ പർച്ചേസ് ഓരോ ക്വാർട്ടറിലും ഇത്ര ശതമാനം വെച്ച് നമ്മൾ മുൻകൂറായിട്ട് വാങ്ങി വെക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ക്വാർട്ടറിൽ 30%, ആദ്യത്തെ ക്വാർട്ടറിൽ 30% വാങ്ങുന്നുണ്ട്, രണ്ടാമത്തെ ക്വാർട്ടറിൽ 50%, മൂന്നാമത്തെ ക്വാർട്ടറിൽ 20%, നാലാമത്തെ ക്വാർട്ടറിൽ പർച്ചേസ് ഇല്ല, അതിൻ്റെ കൂടെ പർച്ചേസ് നമ്മൾ മൂന്നാമത്തെ ക്വാർട്ടർ വാങ്ങുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ക്വാർട്ടറിലും പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ആ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ യൂണിറ്റാണ് നമ്മൾ കിലോഗ്രാം അവിടെ നോക്കുന്നത്. ആ കിലോഗ്രാം നമ്മൾ അവിടെ എഴുതുന്നു, പർച്ചേസ് യൂണിറ്റ്സ് ആണത്. അതിനെ പെർ കോസ്റ്റ് പെർ കിലോഗ്രാം, അതായത് ഓരോ കിലോയുടെ വിലയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പർച്ചേസ് പ്രൈസ് കിട്ടും. ഇത് വെരി സിമ്പിൾ ആണ്. കാരണം നമ്മൾ ടോട്ടൽ പ്രൊഡക്ഷൻ നമ്മൾ പർച്ചേസ് നമ്മൾ കഴിഞ്ഞ ബൈ വെയിറ്റിനകത്ത് കണ്ടുപിടിച്ചായിരുന്നു. അതിനാണ് ആ വെയിറ്റിന്റെ ഓരോ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ ഓരോ ക്വാർട്ടറിൽ പർച്ചേസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയേണ്ടത് പർച്ചേസ് പെർ ക്വാർട്ടർ ടോട്ടലുമാണ്. അപ്പം നമുക്ക് ചെയ്യാം. അപ്പം ഈ വെയിറ്റ് എഴുതേണ്ട മാറ്റിച്ചിടാം, എന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ടോട്ടൽ എത്ര ആയിരുന്നു, 50,000 ആയിരുന്നു. 50,000ന്റെ 30% എത്രയാണ്, 15,000.
15,000. അതിൻ്റെ 50% 25,000. എന്നിട്ട് അതിൻ്റെ 20% 10,000. ഇതാണ് ഇത് ടോട്ടൽ പർച്ചേസ് എത്രയാണ്? ടോട്ടൽ പർച്ചേസ് വരുമ്പോൾ 50,000 ആയില്ലേ? അത് 50,000 ആയി. ഇനി കോസ്റ്റ് പെർ കിലോഗ്രാം. കോസ്റ്റ് പെർ കിലോഗ്രാം നമ്മൾ ശ്രദ്ധിക്കണം, ഫിഫോ ബേസിസിലാണ് കോസ്റ്റ് പെർ കിലോഗ്രാം വരുന്നത്. അപ്പം ഓപ്പണിംഗ് ക്വാർട്ടറിൽ എത്ര ആയിരുന്നു? 1 rupees ആണ്. ഫസ്റ്റ് ക്വാർട്ടറിൽ ₹1 ആണ് പർച്ചേസ് പ്രൈസ്. അത് നമ്മുടെ പിന്നെ സെക്കൻഡ് ക്വാർട്ടറിൽ പർച്ചേസ് പ്രൈസ് മാറുന്നുണ്ട്. സെക്കൻഡ് ക്വാർട്ടറിൽ പർച്ചേസ് പ്രൈസ് 1.05 ആണ് പർച്ചേസ് പ്രൈസ്. തേർഡ് ക്വാർട്ടറിൽ 1.125 ആണ്. ഫോർത്ത് ക്വാർട്ടറിൽ പർച്ചേസ് പ്രൈസ് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ടോട്ടൽ പർച്ചേസ് കോസ്റ്റ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? യൂണിറ്റ് ബൈ കോസ്റ്റ്. യൂണിറ്റ് 15,000 into 1, അതായത് 15,000 ആണ്. ഇവിടെ 25,000 into 1.05 എന്ന് ചെയ്യുമ്പോൾ 26,250, 26,250 കിട്ടും. 25,000-നെ 1.05 കൊണ്ട് ചെയ്യും. ഇനി 10,000 into 1.125 നമുക്ക് എത്ര കിട്ടും? 11,250. ഇനി ഈ മൂന്നിന്റെ ടോട്ടൽ ആണ് നമ്മുടെ ടോട്ടൽ പർച്ചേസ് കോസ്റ്റ്. അപ്പൊ ടോട്ടൽ പർച്ചേസ് കോസ്റ്റ് എത്ര വരും? മൂന്നെണ്ണം കൊണ്ടുമ്പോൾ നമുക്ക് 52,500 ആണ് നമ്മുടെ ടോട്ടൽ പർച്ചേസ് ബൈ വാല്യൂ. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പൊ രണ്ട് രീതിയിലാണ് നമ്മളിപ്പോൾ പർച്ചേസ് കണ്ടുപിടിച്ചത്. ആദ്യം നമ്മൾ പർച്ചേസ് ബൈ വെയിറ്റ് കണ്ടുപിടിച്ചു. പർച്ചേസ് ബൈ വെയിറ്റ് എത്രയാണ്? 15,000 കിലോഗ്രാം. അതായത് 50,000 കിലോഗ്രാം നമ്മൾ പർച്ചേസ് ചെയ്തു. അതായത് ഇനി നമ്മൾ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എങ്ങനെയാണ്? പർച്ചേസ് ബൈ വാല്യൂ. അതായത് 50,000 കിലോഗ്രാം ഒരു വർഷം നമ്മൾ മേടിച്ചു. അതും 50,000 കിലോഗ്രാം വാങ്ങി എന്തുമാത്രം രൂപയായെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് പർച്ചേസ് ബൈ വാല്യൂ എത്ര കിട്ടി? 52,500 രൂപയ്ക്ക് നമ്മൾ കച്ചവട സാധനം മേടിച്ചിട്ടുണ്ട്. 50,000 കിലോഗ്രാം നമ്മളപ്പം 52,500 രൂപയ്ക്കാണ് ഒരു വർഷം വാങ്ങിയത്. അപ്പം നമ്മുടെ ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്വാർട്ടർലി ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാവുന്നത്. അപ്പം നമുക്ക് അത് ചെയ്യാം. അപ്പം നമ്മുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എന്തോ ബഡ്ജറ്റാണ്? ബഡ്ജറ്റ് ഓഫ് ക്വാർട്ടർലി സ്റ്റോക്ക് ബൈ വെയിറ്റ് ആൻഡ് വാല്യൂ. അതായത് ഓരോ ക്വാർട്ടറിലെയും ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇതിനകത്ത്. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു 4,000 കിലോഗ്രാം ആണെന്ന്. 4,000 കിലോഗ്രാം ആയിരുന്നു നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്. എന്നിട്ട് നമ്മുടെ പർച്ചേസ് നോക്കണം. പർച്ചേസ് എത്ര ആയിരുന്നു? ഫസ്റ്റ് ക്വാർട്ടറിൽ നമ്മുടെ പർച്ചേസ് എത്ര ആയിരുന്നു? 15,000 ആയിരുന്നു. അതാണ് നമ്മുടെ പർച്ചേസ് 15,000. ഇതിനെ രണ്ടിനെ ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് എത്ര ഉണ്ട്? 19,000 ഉണ്ട്. 19,000 നമ്മൾ എന്ത് കുറയ്ക്കണം? നമ്മുടെ കൺസപ്ഷൻ, യൂസേജ്, അതായത് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ എന്ത് മാത്രം എടുത്തു. അത് നമ്മുടെ ഇതിന് മുമ്പത്തെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ അതിനാണ് കുറയ്ക്കുന്നു. അന്നേരം നമുക്ക് കിട്ടുന്നത് എന്താണ്? കിട്ടുന്നതാണ് 6,000. ആ 6,000 ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ വെയിറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ വാല്യൂ കണ്ടുപിടിക്കാം. അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ വരെ എല്ലാം ചെയ്യണം. എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ വാല്യൂ നോക്കാം. അപ്പം നമ്മുടെ ഈ ക്വാർട്ടർ 1ന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും അടുത്ത ക്വാർട്ടറിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്. അവിടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്യും. അപ്പൊ അവിടെ ഈ പർച്ചേസ് ഉണ്ടല്ലോ, അവിടുത്തെ പർച്ചേസ് എത്ര ആയിരുന്നു? 2ൽ നമ്മൾ 25,000 ആയിരുന്നു പർച്ചേസ്. അപ്പം ആ പർച്ചേസിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ടോട്ടൽ 31,000 വന്നു. അവിടെ നമ്മൾക്ക് യൂസേജ് ഉണ്ട്. യൂസേജ് എത്ര ആയിരുന്നു? 13,200 നമ്മൾ യൂസ് ചെയ്തു. ആ യൂസേജ് നമ്മുടെ അതിനകത്ത് ഈ കണ്ടുപിടിച്ച ഫിഗറിൽ നിന്ന് കുറയ്ക്കുന്നു. ഫിഗറിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം കിട്ടി? 17,800 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ വെയിറ്റ്. ഇനി അടുത്ത ക്വാർട്ടർ, മൂന്നാമത്തെ ക്വാർട്ടറിൽ എന്താണ്? ഈ 17,800 അവിടുത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആവും. ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഇവിടെ നമ്മളവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ 10,000 യൂണിറ്റ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. 10,000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ ടോട്ടൽ 27,800 ആകുന്നു. അവിടുത്തെ കൺസപ്ഷൻ നമ്മൾ കുറയ്ക്കുന്നു. കൺസപ്ഷൻ അവിടെയും 13,200 തന്നെയാണ്, അതും കുറയ്ക്കുന്നു. അന്നേരം നമുക്ക് 14,600, അതായത് 14,600 അവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത ക്വാർട്ടറിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് മാറും. അവിടെ പർച്ചേസ് ഇല്ല, 14,600 തന്നെ അങ്ങനെ തന്നെ വരും. പിന്നെ അവിടെ ഉള്ളത് യൂസേജ് ആണ്. യൂസേജ് എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചു 2 ആണ്. അതായത് പ്രൊഡക്റ്റ് ഇൻറ്റു 2 ആണ്. അത് പ്രൊഡക്ഷൻ, ആ ക്വാർട്ടറിലെ പ്രൊഡക്ഷൻ ഇൻറ്റു 2 ആണ്. നമ്മൾ കണ്ടില്ലേ, കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റ് ആ ഒരു ക്വാർട്ടറിൽ എന്തുമാത്രം പ്രൊഡക്ഷൻ ഉണ്ടോ അതേ ഇൻറ്റു 2, അതാണ് നമ്മൾ ചെയ്ത്. ഇപ്പം ഇതിന് 6,500 ആയിരുന്നു ഫസ്റ്റ് ക്വാർട്ടറിലെ പ്രൊഡക്ഷൻ. അപ്പോൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30,000 കിട്ടി.
അതേപോലെ തന്നെ 6600, ഇവിടെ 6600 ഇവിടെ അങ്ങനെ വന്നാണ് നമ്മൾ പ്രൊഡക്ഷൻ. നമ്മൾ ഫസ്റ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഈ ഫിഗറിനെ കണ്ടുപിടിച്ചായിരുന്നു, അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അത് അതേപോലൊക്കെ ചെയ്തതേ ഉള്ളൂ, നോക്കണം. അപ്പം ഇവിടെ എത്രയായിരുന്നു? ഇവിടെ 12,600 ആണ് നമ്മുടെ യൂസേജ്. അപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് 2000 വന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ 2000 കിട്ടി കറക്റ്റ് ആണോ, നമ്മൾ ഈ ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയുന്നത് വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എസ്റ്റിമേറ്റഡ് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 2000 ആണ്. ആ 2000 വന്ന് അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ആൻസർ കറക്റ്റ് ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ വാല്യൂ നമ്മൾ നോക്കണം. വാല്യൂ ബൈ നമ്മൾ നോക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഫിഫോ ബേസിസിലാണ്. ഫിഫോ ബേസിസിൽ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഞാൻ പറഞ്ഞായിരുന്നു ഓരോ ക്വാർട്ടറിലും എത്ര യൂണിറ്റ് മേടിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചാണ്. അതായത് മൊത്തത്തിൽ ഒരു വില ഇടുവല്ല, മേടിച്ച യൂണിറ്റിന് അതിൻ്റെ വില മാത്രമേ ഇടുകയുള്ളൂ. അപ്പം നമ്മൾ നോക്കുക, ഇവിടെ 6000 ഉണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ പർച്ചേസ് ഫസ്റ്റ് ക്വാർട്ടർ പർച്ചേസ് ചെയ്തായിരുന്നു. പർച്ചേസ് നമ്മൾ 1 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്. ആ പർച്ചേസ് ചെയ്ത് എത്രയായി? അത് 6000 ആണ്. കാരണം 6000 യൂണിറ്റിന് 1 രൂപ വെച്ചിട്ട് നോക്കുമ്പോൾ 6000 രൂപയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. പിന്നീട് നമ്മൾ അതിവിടെ ചെയ്തു. ആ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ 13,200 നമ്മൾ കൺസ്ട്രക്ഷൻ ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 17,800 വന്നു. 17,800 വന്നു. ഇപ്പം നമ്മൾ നോക്കണം, ഈ ഫസ്റ്റ് ഔട്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ, നമ്മുടെ റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂസേജിനകത്ത് 13,200 ഇല്ലേ, 13,200-നകത്ത് ഈ 6000 ഉൾപ്പെട്ടിട്ടുണ്ട്. 6000 ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം ഫസ്റ്റ് വന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പം ഈ 6000 ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വർഷം ഒരു 15,000 വാങ്ങിയായിരുന്നു. 25,000 വാങ്ങിയായിരുന്നു. 25,000 വാങ്ങിയതിനകത്ത് 25,000 നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, 13,200 യൂസ് ചെയ്തിട്ടുള്ളൂ. ആ 13,200 യൂസ് ചെയ്തതിനകത്തും ആ 6000 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടർ വാങ്ങിയതാണ്. അപ്പോൾ 6000 കഴിഞ്ഞ ക്വാർട്ടർ വാങ്ങിയതാണ്. അപ്പോൾ അത് 1 രൂപയ്ക്ക് വാങ്ങിയതാണ് നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ 25,000 വാങ്ങിയത് 1.05 റുപ്പീസിനാണ് നമ്മൾ വാങ്ങിയത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ നേരത്ത് എന്താണ്, 6000 ഇവിടെ പോയിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞ ക്വാർട്ടറിലെ അപ്പം ഇതൊന്നുമില്ല, ബാക്കി നമ്മൾ യൂസ് ചെയ്യാം. അപ്പം 13,200 6000 പോകുമ്പോൾ 7,200 ഇല്ലേ, ആ 7,200 ഈ പർച്ചേസ് വാങ്ങി 25,000 യൂണിറ്റ്സ് 1.05 പൈസയ്ക്ക് നമ്മൾ വാങ്ങി. ആ പൈസയ്ക്ക് വാങ്ങിയതാണ് ബാക്കി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എങ്ങനെ വരും? ഈ 14,800 × 1.05 ആണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ. കാരണം ഈ പർച്ചേസ് മാത്രമേ ഉള്ളൂ. ഈ 1 രൂപയ്ക്ക് വാങ്ങിയത് മൊത്തം നമ്മൾ ഉപയോഗിച്ച് തീർത്തു. ഈ 1.05 പൈസയ്ക്ക് വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നേരത്ത് 17,800 × 1.05 ചെയ്യണം. അന്നേരം നമുക്ക് 18,690 കിട്ടും. അതാണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ നോക്കണം. ഇവിടുത്തെ ഓപ്പൺ സ്റ്റോക്ക് നമ്മളിവിടെ ചെയ്തു. പർച്ചേസ് 10,000 റുപ്പീസ് നമ്മൾ യൂണിറ്റ്സ് നമ്മൾ പർച്ചേസും ചെയ്തു. പക്ഷേ നമ്മൾ ഇവിടെ നോക്കണം, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇത് കണ്ടോ, യൂസേജ് കണ്ടോ, കൺസപ്ഷൻ 13,200 ഉണ്ട്. 13,200 ഉള്ളപ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച് 17,800 ഇല്ലേ, ആ 17,800-നകത്ത് നിന്നാണ് ഈ 13,000 പോയേക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇനി അധികമില്ലേ, ഈ 10,000 നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. 13,000 നമ്മൾ ഇതിലോട്ട് ഉപയോഗിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്കിലുണ്ടായിരുന്ന 17,800-ൽ നിന്നാണ് ഈ 13,200 പോയിട്ടുള്ളത്. അപ്പം നമ്മൾ എന്തോ ചെയ്യേണ്ടത്, ഈ കുറഞ്ഞ സ്റ്റോക്കിൽ അപ്പം നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നേരത്തെ 2 എണ്ണം കണ്ടുപിടിക്കണം. 1.125 നമ്മൾ 10,000 യൂണിറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അതും നമ്മൾ കണ്ടുപിടിക്കണം. അതും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ആണ്. പിന്നീട് ഈ 17,800 അതിനാണ് 13,200 നോക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടെ 2 രീതിയിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നെന്ന് വെച്ചാൽ ഈ 17,800-ൽ നിന്ന് നമ്മൾ 13,200 സ്റ്റോക്ക് യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി നോക്കണം. ബാക്കി 4,600 യൂണിറ്റ്സ് ഉണ്ട്. ഈ 4,600 യൂണിറ്റ്സ് എത്ര രൂപ തന്നെ? 1.05 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത്. അപ്പം ഈ ക്വാർട്ടർ 2-ൽ വാങ്ങിയ പർച്ചേസിന്റെ എല്ലാം ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എത്ര വരും? ഇതിന്റെ വാല്യൂ എത്ര വരും? 4,600 × 1.05 വരുമ്പോൾ നമുക്ക് 4,830 വരും. ഇതാണ് ഈ ക്വാർട്ടർ 2-ൽ നമ്മൾ വാങ്ങിയ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ പർച്ചേസ് പ്രൈസ്. ആ 4,830 വരും. അതിനോടൊപ്പം
ഈ 4830 നമുക്ക് എന്തും വരും 10,000 യൂണിറ്റ്സ് നമ്മൾ 1.125, അതായത് 1.125 പൈസക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പർച്ചേസ് ബൈ വാല്യൂ നോക്കിയില്ലേ, ആ ബഡ്ജറ്റിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, നമ്മൾ അത്രയും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തൊക്കെയായിരിക്കും വരുന്നത്? ഈ 11,250 വരും, 4,830 വരും. അപ്പം അതിനുള്ള ടോട്ടലാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. എത്രയായി? 16,080 രൂപ. 16,080 രൂപയാണ് നമ്മുടെ ഇവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ വാല്യൂ. അതെല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം അതും കഴിഞ്ഞു. ഇവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് 14,600 ഉണ്ടായിരുന്നു, അത് അവിടെ എടുത്തു. ഈ ഫോർത്ത് ക്വാർട്ടർ നമ്മൾ പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പർച്ചേസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷേ 12,600 നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തതെല്ലാം ഏതാണ്? ഈ ഇവിടെ നമ്മൾ വാങ്ങിയതാണ്. ഇവിടെ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ ബാക്കി, അതായത് ഈ 17,800 നമ്മൾ 13,200 യൂസ് ചെയ്തു. അപ്പം ബാക്കി 14,600 വന്നു. ഇവിടെ 10,000 ഉള്ളായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്തതിനകത്ത് നിന്ന് ആദ്യമേ തന്നെ എന്ത് ചെയ്യും? ഇത് രണ്ടിന്റെയും വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഇവര് ഈ 13,200 യൂസ് ചെയ്തില്ലേ, അതായത് 17,800 ഉണ്ടായത്, അതിൽ നിന്നും 13,200 നമ്മൾ യൂസ് ചെയ്തു. അപ്പൊ അതിന്റെ ബാക്കി വന്നതും ആദ്യമേ ഈ കൺസപ്ഷൻ നമ്പറാണല്ലോ, അത് യൂസ് ചെയ്തു, ഇതിനകത്ത് യൂസ് ചെയ്തു. 12,600 അത് ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു 10,000 മേടിച്ചില്ലേ, അതും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ബാക്കി ഇപ്പം ഏറ്റവും അവസാനമായി വാങ്ങിച്ച എത്രയാണ്? ഈ 10,000 യൂണിറ്റ് ആണ്. അതിനാണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ 2,000 ഇൻറ്റു ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കുക എത്രയാണെന്ന് അറിയോ? 2,000 ഇൻറ്റു 1.125. അതാണ് ലാസ്റ്റ് ക്വാർട്ടറിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ. അപ്പോൾ 2,000 ഇൻറ്റു 1.125 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,250 നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ വരുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ വാല്യൂ. ഇതിനാണ് ഞാൻ ആദ്യമേ ഇതെല്ലാം ചെയ്തിട്ട് പിന്നീട് ഇത് ചെയ്തു തന്നെ. ഇവിടെ 2,000 ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്, നമ്മൾ ഇപ്പം ചെയ്തത് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ക്വാർട്ടർലി ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ വെയിറ്റ് ആൻഡ് വാല്യൂ ആണ്. അതായത് ഓരോ ക്വാർട്ടറിന്റെ അവസാനം, അതായത് 3 മാസം വീതം ഉള്ള 4 പീരീഡായിട്ടാണ് നമ്മൾ ഈ വർഷത്തെ മൊത്തത്തിൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഓരോ 3 മാസത്തെ അവസാനം എന്തുമാത്രം ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 2 രീതി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബൈ വെയിറ്റ് എന്ന് വെച്ചാൽ എത്ര യൂണിറ്റ് ബാക്കി ഇരിപ്പുണ്ട്, അതോടൊപ്പം തന്നെ ഈ ബാക്കിയിരിക്കുന്ന യൂണിറ്റിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 4,000 യൂണിറ്റ്. പിന്നീട് നമ്മൾ ബഡ്ജറ്റ് വരച്ച് കണ്ടുപിടിച്ചു. പർച്ചേസ് ഫസ്റ്റ് ക്വാർട്ടറിൽ എത്രയാണ്? 15,000. ആ 15,000 പിന്നെ നമ്മൾ പർച്ചേസ് ബഡ്ജറ്റ് കണ്ടുപിടിച്ചപ്പോൾ അതിനെ നമ്മൾ യൂസേജ് എഴുതി. യൂസേജ് 13,000 ആ 13,000 നിന്ന് നമ്മൾ ആ ടോട്ടൽ പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്കിൽ നമ്മൾ 13,000 കുറച്ചപ്പോൾ നമുക്ക് കിട്ടി ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ വെയിറ്റ് കിട്ടി. അതേപോലെ തന്നെ നമ്മൾ ഒരു ക്വാർട്ടറിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ടടുത്ത ക്വാർട്ടറിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അത് നമ്മൾ ഈ ക്വാർട്ടർ 1ന്റെ ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ ക്വാർട്ടർ 2ന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആക്കി. അവിടെ പർച്ചേസ് എഴുതി, അതിന് നമ്മൾ യൂസേജ് കുറച്ചു, ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടി. ഇവിടെ അത് എഴുതി, അങ്ങനെ എഴുതി. ഇവിടെ പർച്ചേസ് കുറച്ചു, യൂസേജ് കുറച്ചു, ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടി. നാലാമത്തെ ക്വാർട്ടറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 4ാമത്തെ ക്വാർട്ടറിൽ പർച്ചേസ് നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷേ യൂസേജ് ഉണ്ട്, യൂസേജ് കുറച്ചു. അന്നേരം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് കിട്ടി. ലാസ്റ്റ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? പർച്ചേസ് പ്രൈസ് നമ്മൾ FIFO ബേസിസിലാണ് പർച്ചേസ് നോക്കുന്നത്. അപ്പം ഓരോ ക്വാർട്ടറിലും എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നതെന്ന് വെച്ച് അതിനകത്ത് യൂസേജ് കുറച്ചിട്ട് ബാക്കി വരുന്നതെല്ലാം ആ FIFO ബേസിലുള്ള പ്രൈസിലാണ് നമ്മൾ അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ 1 യൂണിറ്റിന് 1 രൂപയായിരുന്നു. അങ്ങനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന് 6,000 യൂണിറ്റിന് 1 രൂപ വെച്ച് 6,000 രൂപീസ് കണ്ടുപിടിച്ചു. പിന്നീട് രണ്ടാമത്തെ ക്വാർട്ടറിൽ 17,800 ക്ലോസിംഗ് സ്റ്റോക്ക് വന്നു. ആ 17,800 ക്ലോസിംഗ് സ്റ്റോക്ക് വന്നതിന് 1.05 രൂപ വെച്ചിട്ട് 18,690 വന്നു. പിന്നെ മൂന്നാമത്തെ ക്വാർട്ടറിൽ നമ്മൾ നോക്കിയപ്പോൾ കഴിഞ്ഞ മാസം ക്ലോസിംഗ് സ്റ്റോക്കിനകത്ത് ഈ മാസത്തെ പർച്ചേസ് നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. കാരണം കഴിഞ്ഞ മാസത്തെ ക്ലോസിംഗ് സ്റ്റോക്കിന് ഇരിപ്പുണ്ട്. അപ്പം ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഇരിക്കുന്ന വാല്യൂ ഉണ്ട് 14,600 വന്നിട്ടുണ്ട്. ഈ 14,600-നകത്ത് 10,000 ഈ പ്രാവശ്യം നമ്മൾ വാങ്ങിയത്, ഈ ക്വാർട്ടർ വാങ്ങിയതുകൊണ്ട് 4,600 കഴിഞ്ഞ ക്വാർട്ടർ വാങ്ങിയതുകൊണ്ട്. അപ്പം നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്ന നേരത്ത് 10,000 എണ്ണം ഈ ക്വാർട്ടറിൽ 1.125 രൂപ, അതായത് 1.125 റുപ്പീസിനാണ് നമ്മൾ വാങ്ങിയത്. അതും കൂട്ടണം. ഈ 4,600 കണ്ടോ, 4,600 ഇൻറ്റു 1.05, അതായത് നമ്മുടെ
ഈ Q2 വാങ്ങി പർച്ചേസ് ചെയ്ത് അതിന്റെ വാല്യൂടെ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഈ 16,680 നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ Q4 നമ്മൾ 12,600 യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അവസാനം നമ്മൾ പർച്ചേസ് ചെയ്ത രൂപയ്ക്കാണ് ഈ 10,000 എണ്ണമായിരുന്നു പർച്ചേസ് ചെയ്തത്. അത് 1.125 രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പം ഇതിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര? ഈ 2,000-നെ 1.125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 രൂപയാണ് കിട്ടുന്നത്. അതാണ് ഇവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ വളരെ വിജയകരമായിട്ട് ഇലസ്ട്രേഷൻ 3 ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുക. അപ്പം തുടർന്നും CMA പറ്റിയുള്ള അപ്ലോഡ്സും പിന്നീട് ബാക്കിയുള്ള ഇലസ്ട്രേഷൻസും അടുത്ത വീഡിയോസ് ആയിട്ട് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നന്ദി.